ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ കമ്പനി ലോയുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ്. ദിസ് ഈസ് ടേക്കൺ ഫ്രം ദ പ്രീവിയസ് ഇയർ പേപ്പർ ഓഫ് മെയ് 2025. വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് റിപ്പീറ്റഡ്ലി എന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്മോൾ കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആകെപ്പാട് 2 കമ്പനീസേ ഉള്ളൂ. ഒന്ന് പബ്ലിക്കും ഉണ്ട്, ഒന്ന് പ്രൈവറ്റും ഉണ്ട്. അപ്പം പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ആയിട്ട് ഒരു 2 മെമ്പേഴ്സും മാക്സിമം ആയിട്ട് 200 മെമ്പേഴ്സും, പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ മിനിമം ആയിട്ടൊരു 7 മെമ്പേഴ്സും മാക്സിമം ആയിട്ട് അങ്ങനെ ലിമിറ്റൊന്നുമില്ല, അൺലിമിറ്റഡ് ആയിട്ട് എത്ര മെമ്പേഴ്സ് വേണമെങ്കിലും വെക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ഈ സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്, ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കമ്പനിയാണ്. ഇപ്പം നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ നോക്കണത് പാരൻസ് അല്ലേ. അപ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ നോക്കണമല്ലേ പാരൻസ്. പിന്നെ ഒരു പ്രായമാകുമ്പോൾ നമ്മൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരും. അപ്പോൾ അതുപോലെ തന്നെ ഒരു കമ്പനി വലിയ കമ്പനി ആവുന്നതിന് മുമ്പേ അതിൻ്റെ ആ ചെറിയ കാലഘട്ടത്തിൽ അതിനെ നോക്കണമല്ലേ. നമ്മൾ വളരുന്ന സമയത്ത് അതിനെ നോക്കണം. ഇങ്ങനെ കമ്പനി ചെറിയ രീതിയിൽ ഇങ്ങനെ വളർന്നല്ലേ പിന്നെ ഒരു ടേൺ ഓവറിലേക്കൊക്കെ വരിക, വലിയൊരു സെയിൽസിലേക്കൊക്കെ വരിക. അപ്പോൾ ആ ഒരു വളർച്ചയുള്ള ആ കാലഘട്ടത്തിനുള്ള ആ ഒരു കമ്പനീനെയാണ് സ്മോൾ കമ്പനീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെറിയ പ്രായമാകുമ്പോൾ നമ്മളെ വയസ്സിലാണല്ലേ നമ്മൾ പറയുക, നമ്മൾ ഏജിലാണ് നമ്മൾ ചെറിയ ഉണ്ണിയാണ്, ചെറിയ കുട്ടിയാണെന്നൊക്കെ പറയാം. അതുപോലെ കമ്പനീനെ പക്ഷെ നമുക്ക് വയസ്സിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കമ്പനീനെ നമ്മളെപ്പോഴും പൈസയിലാണ് പറയുക, മണി ടേംസിലാണ് പറയുക. അപ്പം ഇത്ര രൂപ ടേൺ ഓവർ മീൻസ് സെയിൽസ് ആണ്. സെയിൽസ് ഇത്ര രൂപ നടക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അതിനെയാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. അപ്പം സ്മോൾ കമ്പനി എന്ന് കേൾക്കുമ്പോൾ അത്ര ചെറുതൊന്നല്ല കേട്ടോ. അതായത് 100 കോടിയിലും താഴെ സെയിൽസ് നടക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അതാണ് ശരിക്കും ഈ പറഞ്ഞ സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിന് കുറച്ചും കൂടെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറഞ്ഞു തരട്ടെ. അപ്പോൾ ശ്രദ്ധിച്ചു, ഇതാണ് സ്മോൾ കമ്പനിയുടെ 2 രീതിയിൽ നമുക്ക് പറയാം. സ്മോൾ കമ്പനി ആവണമെങ്കിൽ 2 ക്രൈറ്റീരിയ ഒപ്പം തന്നെ 2 ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സ്മോൾ കമ്പനി ആവുള്ളൂ. ഒന്ന് പെയ്ഡപ്പ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവുമല്ലോ, പെയ്ഡപ്പ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, PUC പെയ്ഡപ്പ് ക്യാപിറ്റൽ ഷെയർസ് എന്തായാലും ഇത്ര വേണം. അത് എത്രയാണെന്നുള്ളത് ഞാൻ പറയാം. ആക്ട് വെച്ചിട്ടും റൂൾസ് വെച്ചിട്ടും അത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സെയിൽസ് അല്ലെങ്കിൽ ഈ ടേൺ ഓവർ ഉണ്ടാവുമല്ലോ, ടേൺ ഓവർ എപ്പോഴും ഇത്ര വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര വേണമെന്ന് പറയാൻ കാരണം എന്നറിയോ? ആക്റ്റും റൂൾസും രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊപ്പം വേണം, പെയ്ഡപ്പ് ഇത്രയും വേണം, അതുപോലെ തന്നെ ടേൺ ഓവർ സെയിൽസിൽ ഇത്രയും ഉണ്ടെങ്കിൽ അതൊരു സ്മോൾ കമ്പനി ആയിട്ട് ഒഫീഷ്യലി പറയും. അപ്പം പണ്ടത്തെ ഒരു ആക്ട് പ്രകാരം പെയ്ഡപ്പ് ക്യാപിറ്റൽ നോട്ട് മോർ ദാൻ 50 lakh, അതായത് മാക്സിമം 50 lakh പറ്റുള്ളൂ. 50 lakh ഓർ ലെസ് എന്നാണ് ഉദ്ദേശം. ഓക്കെ, അങ്ങനെയായിരുന്നു പണ്ടത്തെ അമെൻമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ റൂള് പ്രകാരം ശ്രദ്ധിക്കണം, റൂള് പ്രകാരം അന്ന് തന്നെ റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 കോടി വരെ പെയ്ഡപ്പ് ക്യാപിറ്റൽ ആവാം, 10 കോടി വരെ പെയ്ഡപ്പ് ക്യാപിറ്റൽ മാക്സിമം ആവാം എന്ന് റൂള് പ്രകാരം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെൻറ്റ് ഇയേഴ്സിലൊക്കെ ആയിട്ട് ഈ അമെൻമെൻറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തു. ഈ 50 lakh എന്നുള്ളത് പിന്നെ 2 crore ആക്കി മാറ്റി. പിന്നെ ഇപ്പോൾ 2022 അത് 4 crore വരെ ആക്കി മാറ്റി. കാരണം 10 crore വരെ പോകാമെന്ന് റൂൾ ഉണ്ടല്ലോ, ഒരു നിയമം ഉണ്ടല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ റൂൾ ഉള്ളത് കൊണ്ട് തന്നെ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത് ഇങ്ങനെ ആദ്യത്തിൽ 50 lakh എന്നുള്ളത് പിന്നെ 2 crore ആയി, പിന്നെ അതിന് ശേഷം ഇപ്പോൾ 4 crore ആയിട്ടാണ് റീസെൻ്റ്ലി നിൽക്കുന്നത്. ഈ 4 crore ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ സെയിൽസ് എത്ര വേണമെന്ന് ആദ്യം പറഞ്ഞിരുന്നത്? നോട്ട് മോർ ദാൻ 2 crore, അതായത് മാക്സിമം 2 crore പാടുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ റൂള് പ്രകാരം അത് 100 കോടി വരെ സെയിൽസ് ആവാം. റൂള് പ്രകാരം 100 കോടി വരെ സെയിൽസ് ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പം റൂൾ പ്രകാരം എത്ര വരെ മാക്സിമം ആവാം? 10 crore വരെ പെയ്ഡപ്പ് ക്യാപിറ്റലും 100 crore വരെ സെയിൽസും. ഓക്കെ, പക്ഷേ ഒരു ആദ്യത്തെ ആക്ട് പ്രകാരം 50 lakh വരെ ആവാം, അല്ലെങ്കിൽ 2 crore വരെ ആവാം.
ഇനി ഇപ്പോഴത്തെ ആക്ട് പ്രകാരം, ഇപ്പോൾ റീസെൻ്റ്ലി 2022 സെപ്റ്റംബറിൽ വന്ന അമെൻമെൻറ്റ് പ്രകാരം ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നോട്ട് മോർ ദാൻ 4 crore ആണ്. ഓക്കെ, 4 കോടിനേലും മേലെ പോകാൻ പാടില്ല. അതായത് മാക്സിമം 4 crore വരെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആവാം. ഓക്കെ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആവാം. പിന്നെ നോട്ട് മോർ ദാൻ 40 crore. അപ്പോൾ 100 crore വരെ റൂൾ പ്രകാരം ആവാമല്ലോ. അപ്പോൾ അതുകൊണ്ട് 40 crore വരെ, മാക്സിമം 40 crore വരെ സെയിൽസ് ടേൺ ഓവർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി നിൽക്കുന്നത്. ഇപ്പോൾ റൂൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ അമെൻമെൻറ്റിലൂടെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോണത്. അപ്പോൾ ഇനി 100 കോടി വരെയും ആവാമല്ലോ. അപ്പോൾ ഇനി ജസ്റ്റ് ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ 2026 ആകുമ്പോൾ ചിലപ്പോൾ വേറെ അമെൻമെൻറ്റ് വരും. അപ്പോൾ അതിൽ ഈ 4 crore എന്നുള്ളത് ചിലപ്പോൾ 9 crore വരെ ആവാം. കാരണം 10 crore വരെ റൂൾ ഉണ്ടല്ലോ, അതുകൊണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇപ്പോഴത്തെ എക്സാം എഴുതാൻ പോണവർ എപ്പോഴും ഈ സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ 4 crore വരെ, മാക്സിമം 4 crore വരെ, നോട്ട് മോർ ദാൻ 4 crore വരെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും 40 crore വരെ സെയിൽസ് ടേൺ ഓവറും ഉള്ള, മാക്സിമം 40 crore സെയിൽസ് ടേൺ ഓവർ ഓർ നോട്ട് മോർ ദാൻ 40 crore സെയിൽസ് ടേൺ ഓവർ വരെയുള്ള കമ്പനി ആയിരിക്കും സ്മോൾ കമ്പനി. ആ കമ്പനി സ്മോൾ ആണെന്ന് പറയും. ഓക്കെ, നൗ കമ്മിങ് ടു ദ തിയറി പാർട്ട്. നോക്കിക്കോ, അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 285, എപ്പോഴും സെക്ഷൻ 2 ഡെഫിനിഷൻ സെക്ഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അപ്പം 285 പ്രകാരമാണ് സ്മോൾ കമ്പനീനെ പറ്റി പറയുന്നത്. ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആണ് കേട്ടോ. അപ്പം പണ്ട് കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി അത് മാറി 2013 ആയി. സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. പബ്ലിക് കമ്പനിക്ക് ഒരിക്കലും ഒരു സ്മോൾ കമ്പനി ആവാൻ പറ്റില്ല. ഇത് ബേസിക്കലി പ്രൈവറ്റ് കമ്പനീനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റ് കമ്പനീനെയാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനി എപ്പോഴും ലാർജ് ആയിരിക്കും, അതിനങ്ങനെ വളർച്ച ഇതൊന്നുമില്ല. പബ്ലിക് കമ്പനി എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ, അപ്പോൾ അത് അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ പബ്ലിക് കമ്പനി അങ്ങനെ സെയിൽസൊക്കെ എടുക്കുമോ? പബ്ലിക് കമ്പനി അങ്ങനെ സെയിലൊക്കെ ചെയ്യുമോ? ഇനിയിപ്പോൾ സെയിൽ ചെയ്താൽ തന്നെ മാസിനല്ല ചെയ്യുള്ളൂ, ഇന്ത്യൻ ഓയിലായാലും ഇതൊക്കെ. അപ്പോൾ പബ്ലിക് കമ്പനി പണ്ടനെ വലുതാണ്. ഓക്കെ, ദർ ഇസ് നോ സ്മോൾ പീരീഡ് ഇൻ എ സ്മോൾ പീരീഡ് ഇൻ എ ഈ ഒരു പബ്ലിക് കമ്പനി. സോ പ്രൈവറ്റ് കമ്പനിക്കാണ് ഇത് അപ്ലിക്കബിൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീനെയാണ് ആക്ച്വലി സ്മോൾ കമ്പനി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. ഓക്കെ, അതർ ദാൻ എ പബ്ലിക് കമ്പനി എല്ലാ കമ്പനികളും സ്മോൾ കമ്പനി ആയിട്ട് പരിഗണിക്കും. എപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടല്ലോ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് വിച്ച് ഡസ് നോട്ട് എക്സീഡ്, കണ്ടോ, ഡസ് നോട്ട് എക്സീഡ്, നോട്ട് മോർ ദാൻ അല്ലെങ്കിൽ മാക്സിമം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഡസ് നോട്ട് എക്സീഡ് 4 crore റുപ്പീസ്. ഓക്കെ, 4 crore റുപ്പീസ് എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വിച്ച് ഷോൾ നോട്ട് ബി മോർ ദാൻ 10 crore റുപ്പീസ്. കണ്ടോ, 10 crore റുപ്പീസിലും മോർ ദാൻ ആവാൻ പാടില്ല എന്ന്. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, റൂൾ പ്രകാരം 10 crore മേലെ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ അമെൻമെൻറ്റ് പ്രകാരം ആക്റ്റായിട്ട് പാർലമെൻറ്റിൽ പാസ് ചെയ്തത് പ്രകാരം റീസെൻ്റ്ലി 4 crore റുപ്പീസാണ് എക്സീഡ് ചെയ്യാൻ പാടില്ലാത്തത്. നോട്ട് എക്സീഡ് 4 crore റുപ്പീസ്. ഓക്കെ, അപ്പോൾ മാക്സിമം 4 crore റുപ്പീസ് വരെയുള്ള പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനീനെ ഇപ്പോൾ സ്മോൾ കമ്പനി എന്ന് വിളിക്കുന്നു. അപ്പം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് വിച്ച് ഡസ് നോട്ട് എക്സീഡ് 4 crore റുപ്പീസ് ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വിച്ച് ഷോൾ നോട്ട് ബി മോർ ദാൻ 10 crore റുപ്പീസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ആൻഡ് എന്നും കൂടിയും കണ്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 4 crore അത്ര വേണം, അതുപോലെ തന്നെ ടേൺ ഓവറും ഈ ഒരു 40 crore അത്ര വേണം. രണ്ടും ഒന്നിച്ച് വേണം, എന്നാൽ മാത്രമേ അതൊരു സ്മോൾ കമ്പനി എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ട് ക്രൈറ്റീരിയയും ഒരുമിച്ച് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അതൊരു സ്മോൾ കമ്പനിയായി മാറുള്ളൂ. അപ്പം ടേൺ ഓവർ ഓഫ് വിച്ച് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ
25-26 ആണ് ഫിനാൻഷ്യൽ ഇയർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ ഇയർ ഉണ്ടാവുമല്ലോ 24-25, ആ 24-25 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയിട്ടാണ് അവിടുത്തെ സെയിൽസ് നോക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ പ്രത്യേകം പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആയിട്ടുള്ള പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ഡസ് നോട്ട് എക്സീഡ് 40 crore rupees. ഓക്കെ, or such higher amount as may be prescribed which shall not be more than 100 crore rupees. കണ്ടോ, 100 crore rupeesഉം കടക്കാനായിട്ട് പാടില്ല. സച്ച് ഹയർ എമൗണ്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, ഹയർ എമൗണ്ട് പറയുകയാണെങ്കിൽ ഇതുവരെയും പോകാം. കാരണം ഓൾറെഡി റൂൾ പ്രകാരം ഹയർ എമൗണ്ടും കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ബട്ട് ദർ ഈസ് എൻ എക്സെപ്ഷൻ. എക്സെപ്ഷൻസ് ഉണ്ട്. ദിസ് ക്ലോസ് ഷോൾ നോട്ട് അപ്ലൈ ടു. ഈ ഒരു ക്ലോസ് ഈ പറയുന്ന 3 കമ്പനീസിനെ മാത്രം അപ്ലിക്കബിൾ അല്ല. ഈ 3 കമ്പനീസിന് മാത്രം അപ്ലിക്കബിൾ അല്ല. ശരിക്കും 4 കമ്പനീസാണ്. ഒന്ന് ഓൾറെഡി പറഞ്ഞല്ലേ, അതർ ദാൻ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം അതർ ദാൻ പബ്ലിക് കമ്പനി പറ്റൂല, അതാണ് എക്സെപ്ഷൻ. അത് ഓൾറെഡി പറഞ്ഞത് കാരണം ഇനി ബാക്കി 3 എക്സെപ്ഷൻസ് പറയാം. ദിസ് ക്ലോസ് ഷോൾ നോട്ട് അപ്ലൈ ടു എ ഹോൾഡിംഗ് കമ്പനി ഓർ എ സബ്സിഡയറി കമ്പനി. ഒരു ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അതൊരു ഹോൾഡിംഗ് കമ്പനിയാണ് ഓഫ് ദ മറ്റൊരു കമ്പനിയുടെ ഈ ഫേസ് വാല്യൂവിലുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ, ആ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മോർ ദാൻ ഹാഫ്, അതായത് 50%-നേലും കൂടുതൽ മറ്റൊരു കമ്പനിയുടെ, ഇപ്പോൾ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ അത് ഫേസ് വാല്യൂവിൽ, പ്രീമിയത്തിലോ ഇതിലൊന്നല്ല, ഫേസ് വാല്യൂവിൽ ആ ഒരു ഷെയർ ക്യാപിറ്റൽ മോർ ദാൻ ഹാഫ് അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ കൈവശം ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഒരു കമ്പനിയുടെ എ ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഈ ബി ലിമിറ്റഡ് കമ്പനീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ബി ലിമിറ്റഡ് കമ്പനീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ എ ലിമിറ്റഡ് കമ്പനീനെ ഹോൾഡിംഗ് കമ്പനി എന്നും അതുപോലെ തന്നെ ഈ ബി ലിമിറ്റഡ് കമ്പനീനെ സബ്സിഡയറി കമ്പനി എന്നാണ് ബി ലിമിറ്റഡ് കമ്പനീനെ പറയാം. അപ്പം ഹോൾഡ് ചെയ്യുന്ന ഇത്രയും ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ഉണ്ടാവുമല്ലോ, ബി ലിമിറ്റഡിൻ്റെ ഷെയർ ഇത്രയും ഹോൾഡ് ചെയ്യുന്ന കമ്പനിയായ എ ലിമിറ്റഡ് കമ്പനീനെ എന്തെന്നാ പറയുക, ഹോൾഡിംഗ് കമ്പനി എന്നും. ബി ലിമിറ്റഡ് കമ്പനി ഏത് കമ്പനീനെയാണോ ഹോൾഡ് ചെയ്യുന്നത് ആ കമ്പനി, ബി ലിമിറ്റഡ് കമ്പനീനെ സബ്സിഡയറി കമ്പനി എന്നാണ് പറയാം. അപ്പം ഇവർ രണ്ടുപേരും ഈ സ്മോൾ കമ്പനിയിൽ പെടില്ല കേട്ടോ. നെക്സ്റ്റ് എക്സെപ്ഷനുള്ള കമ്പനി ഏതാണ്, സ്മോൾ കമ്പനി ആവാത്ത കമ്പനി ഏതാണ്? എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8. ഇപ്പോൾ സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, NGO ആയിട്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഏതെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഒരിക്കലും ഈ സ്മോൾ കമ്പനിയുടെ കാറ്റഗറിയിൽ വരില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്. എ കമ്പനി അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിരിക്കും, അത് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് പാസ് ചെയ്തൊരു സ്പെഷ്യൽ ആക്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന, കോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗവേൺ ചെയ്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ആക്റ്റാണ് ഗവേൺ ചെയ്യുന്നത് ആ ഒരു കമ്പനീനെ അല്ലെങ്കിൽ ആ ഒരു ബോഡി കോർപ്പറേറ്റിന്. അങ്ങനെയാണെങ്കിൽ അതും ഒരിക്കലും സ്മോൾ കമ്പനി ആവില്ല. ഫോർ എക്സാമ്പിൾ LIC, ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും സ്മോൾ കമ്പനിയിൽ പെടില്ല. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്താലോ. നെക്സ്റ്റ് ആണ് ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ്. ഇനി ഇൻസ്റ്റൻറ്റ് കേസിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം അല്ലേ. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഓക്കെ, അപ്പം സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ദ ഫോളോയിങ് കമ്പനീസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് സ്മോൾ കമ്പനീസ് വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അപ്പം ഈ രണ്ട് ഫോളോയിങ് കമ്പനീസൊക്കെ സ്മോൾ കമ്പനി ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് എന്താണ് സ്മോൾ കമ്പനി എന്ന് അറിയണം അല്ലേ. അപ്പോൾ ആ ഡെഫിനേഷനൊക്കെ വെച്ച് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മൾ ഓരോന്നിനും ആൻസർ കൊടുക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ.
STS പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓക്കെ, ഒരു ക്രൈറ്റീരിയ ഓക്കെ ആണല്ലേ. പബ്ലിക് കമ്പനി ആണെങ്കിൽ അത് സ്മോൾ കമ്പനി ആവില്ല. അപ്പം ഇത് പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ സ്മോൾ കമ്പനി ആവാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പം ഹാവിങ് എ ടേൺ ഓവർ ഓഫ് 10 crore ആണ് ടേൺ ഓവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് നമുക്ക് ഇപ്പോഴത്തെ അമെൻമെൻറ്റ് പ്രകാരം 40 crore വരെ വരാം അല്ലേ, ലെസ് ദാൻ 40 crore. അപ്പോൾ 10 crore എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഓക്കെ ആണ്, ആ ഒരു ക്രൈറ്റീരിയ ഓക്കെ. ഒപ്പം തന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 crore എന്നാണ് ഇവിടെ പറയുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമുക്ക് 4 crore വരെ വരാം അല്ലേ. 4ഉം 40 ആയിരുന്നു അല്ലേ കണക്ക്. 4 crore പെയ്ഡ് അപ്പ് വരാം, അതുപോലെ തന്നെ 40 crore ടേൺ ഓവർ വരാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ സിമ്പിളല്ലേ. 4 crore അടിയിലാണ് ഈ 1 crore. അപ്പോൾ എന്തായാലും 2 ക്രൈറ്റീരിയയും ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്മോൾ കമ്പനിയാണ്. അപ്പം പക്ഷേ ഇവിടെ ലാസ്റ്റിൽ ഒരു സെൻറ്റൻസും കൂടി പറയുന്നുണ്ട്, അതും കൂടി കേട്ടിട്ട് വേണം ഉറപ്പിക്കാൻ. അപ്പം ഔട്ട് ഓഫ് ദീസ് 60,000 ഇക്വിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ UV ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം ഇതിൽ 60,000 ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ ഇക്വിറ്റി ഷെയർസ് എത്രയാണ്, 1 lakh ആണ്. അപ്പം 60,000 ഇക്വിറ്റി ഷെയർസ്, അതായത് മോർ ദാൻ ഹാഫ് ഓഫ് ഇക്വിറ്റി ഷെയർസും ആരുടെ കയ്യിലാണ്, UV ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കമ്പനി എന്ത് കമ്പനിയാണ്, മോർ ദാൻ 50% ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ ഇക്വിറ്റി ഷെയർ. അപ്പോൾ ആ കമ്പനി ഹോൾഡിംഗ് കമ്പനിയായി, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി സബ്സിഡറി കമ്പനിയായി മാറിയില്ലേ. അപ്പം എന്തായാലും സബ്സിഡറി കമ്പനിയായി മാറിയ സ്ഥിതിക്ക് ഒരിക്കലും ഈ സ്മോൾ കമ്പനീസിന് എക്സെപ്ഷൻസ് ഉണ്ടല്ലേ. സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനീസ് ഒന്നും സ്മോൾ കമ്പനീസ് അല്ല. അപ്പോൾ ആ ലാസ്റ്റത്തെ ഒരു സെൻറ്റൻസിൽ പോയി. അപ്പം ഇത് സ്മോൾ കമ്പനി അല്ല എന്ന് എഴുതണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ZX ലിമിറ്റഡ് ഹാവിങ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 3 crore ആൻഡ് ടേൺ ഓവർ ഓഫ് 35 crore. അപ്പോൾ പെട്ടെന്ന് ZX ലിമിറ്റഡ് എന്ന് മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വേണ്ടേ. പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിൽ മസ്റ്റ് ആണല്ലേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇത് എന്ത് കമ്പനി, ഇതൊരു പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി എന്തല്ല, സ്മോൾ കമ്പനി അല്ല. അപ്പോൾ അതിൽ ആ ഫസ്റ്റത്തെ ആ ഒരു വേർഡിൽ തന്നെ പോയി. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും ഇത് സ്മോൾ കമ്പനി അല്ല. അപ്പോൾ ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് എന്ന് പറഞ്ഞിട്ട് പറയാം, STS പ്രൈവറ്റ് ലിമിറ്റഡ് ദോ ഈസ് എ സ്മോൾ കമ്പനിയാണ്. ടേക്കിംഗ് ഇൻ ടു സ്മോൾ കമ്പനിയാണ് നമ്മൾ ഷുവറാണ് അല്ലേ. കാരണം 10 crore എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽസ്, ടേൺ ഓവർ ഒപ്പം തന്നെ പറഞ്ഞിരുന്നു 1 crore പെയ്ഡ് അപ്പ് എന്നും. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സ്മോൾ കമ്പനിയാണെന്ന് ഓക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ പ്രശ്നം ആകെ കൂടെ സബ്സിഡറി കമ്പനി ആയതാണ്. അപ്പം പറയാം, ദോ ഈസ് എ സ്മോൾ കമ്പനി ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഇറ്റ്സ് ടേൺ ഓവർ ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അപ്പം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ടേൺ ഓവറും നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു സ്മോൾ കമ്പനിയാണ്. ബട്ട് സിൻസ് ഇറ്റ് ഈസ് ദ സബ്സിഡറി കമ്പനി ഓഫ് UV ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് 60 lakh ഇക്വിറ്റി ഷെയർ ഓഫ് STS പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ട് ഹെൻസ് STS പ്രൈവറ്റ് ലിമിറ്റഡ് കെൻ നോട്ട് ബി കൺസിഡേർഡ് എ സ്മോൾ കമ്പനി. അപ്പം കെൻ നോട്ട് ബി കൺസിഡേർഡ് എ സ്മോൾ കമ്പനി എന്ന് അവസാനം പറയണം. ബിക്കോസ് ഓഫ് ദ സബ്സിഡറി കമ്പനിയാണ് ഇപ്പോൾ നമ്മൾ അല്ലേ. കാരണം നമ്മളെ ഹോൾഡിങ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ 60 lakh ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു എന്ന പേരിലാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ വായിച്ചു തരാം. STS പ്രൈവറ്റ് ലിമിറ്റഡ് ദോ ഈസ് എ സ്മോൾ കമ്പനി ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഇറ്റ്സ് ടേൺ ഓവർ ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ that is 10 crores and rupees 1 crore respectively. But since it is the subsidiary company of UV Infratech Private Limited, UV Infratech Private Limited holds 60 lakh equity share capital of STS Private Limited. Hence, STS Private Limited cannot be considered as small company. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വേറൊരു കമ്പനി തന്നിട്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ZX ലിമിറ്റഡ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ സ്മോൾ കമ്പനി സിൻസ് ഇറ്റ് ഈസ് എ പബ്ലിക് കമ്പനി. ഓക്കെ, അപ്പം ഞാനത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു അവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നല്ല എഴുതിയിരുന്നത്, വെറും ലിമിറ്റഡ് എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കണ്ടാൽ മാത്രമേ അതൊരു പ്രൈവറ്റ് കമ്പനി ആകൂ. ഓക്കെ, അപ്പം ഇവിടെ വെറും ലിമിറ്റഡ് എന്നാണ് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം അതൊരു പബ്ലിക് കമ്പനിയാണ്. അപ്പോൾ പബ്ലിക് കമ്പനി, അതർ ദാൻ എ പബ്ലിക് കമ്പനി, ഓൾ ദ കമ്പനീസ് ആർ സ്മോൾ കമ്പനീസ് റൈറ്റ്, വിച്ച് മീൻസ് പ്രൈവറ്റ് കമ്പനീസ് ആണ്
എപ്പോഴും small company ആവുള്ളൂ. So ZX Limited cannot be considered as a small company since it is a public company. So if it finds useful, please do subscribe, please do like and share with your friends. Thank you so much for listening my classes.